ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിക്ഷേപണ വാഹനമാണ് PSLV അഥവാ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. സൺസിൻക്രണസ് ഓർബിറ്റലുകളിലേക്ക് റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനാണ് PSLV ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്. 4 ഘട്ടങ്ങളുള്ള ഈ വിക്ഷേപണ വാഹനത്തിന്റെ 2 ഘട്ടങ്ങൾ ഖര ഇന്ധനവും മറ്റ് 2 ഘട്ടങ്ങൾ ദ്രാവക ഇന്ധനവുമാണ് ഉപയോഗിക്കുന്നത്. PSLVയുടെ ആദ്യ വിക്ഷേപണം 1993 സെപ്റ്റംബർ 20-നാണ് നടന്നത്. ആദ്യ വിക്ഷേപണം ഒരു പരാജയമായിരുന്നു. എന്നാൽ ആദ്യ പരാജയങ്ങളിൽ നിന്നും കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊണ്ട് 1996-ലെ 3-ാമത്തെ പരീക്ഷണത്തിൽ PSLV വിജയം കൈവരിച്ചു. തുടർന്ന് 1997-ലും 99-ലും 2001-ലും വിജയകരമായ വിക്ഷേപണങ്ങൾ നടന്നു. 2022 സെപ്റ്റംബറിൽ 1060 കിലോഗ്രാം ഭാരം വരുന്ന കൽപ്പന 1, 2023 ഒക്ടോബർ 17-ന് 1360 കിലോഗ്രാം ഭാരം വരുന്ന റിസോഴ്സാറ്റ് എന്നിവ PSLV C5 ഉപയോഗിച്ച് വിജയകരമായി വിക്ഷേപിക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് 104 ഉപഗ്രഹങ്ങളുമായി ഇന്ത്യയുടെ PSLV C-37 എന്ന റോക്കറ്റ് 2017 ഫെബ്രുവരി 15-ന് വിക്ഷേപിച്ചു. ഇന്ത്യയുടെ 3 ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ 6 വിദേശ രാജ്യങ്ങളുടെ 104 ഉപഗ്രഹങ്ങളാണ് ഒന്നിച്ച് വിക്ഷേപിച്ചത്.